ഹായ്, ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഒരു മിനി ബുക്ക്. മുകളിലത്തെ വീഡിയോ ഇൻസ്പയർ ആക്കിയാണ് ഞാനിവിടെ മിനി ബുക്ക് ചെയ്യുന്നത്. എനിക്ക് ആ വീഡിയോ നന്നായി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവരും അതുകൂടി കാണണേ. ഇതാണ് ആ മിനി ബുക്ക്. ചെറിയ ബുക്കായി തോന്നിയാലും അതിൻ്റെ സൈസിനെ ബേസ് ചെയ്ത് കുറച്ച് സ്പേഷ്യസ് ആണ്. നമുക്ക് നോട്ടോ ഡേറ്റോ റിമൈൻഡേഴ്സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതി ഒരു പോക്കറ്റ് സൈസിൽ സൂക്ഷിക്കാം. ഞാനിവിടെ ഒരു കളർ പേപ്പർ കവർ പേജായിട്ട് കൊടുക്കുന്നുണ്ട്. അതല്ലാതെയും നമുക്ക് അതിൻ്റെ കവർ പേജ് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. ഇവിടെ കാണിക്കുന്ന പേജിൽ ഒക്കെ ഞാനൊന്ന് ഡിസൈൻ ചെയ്ത് ഓവറാക്കിയിട്ടുണ്ട്. നിങ്ങളത് കാര്യമാക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു സ്ക്വയർ പേപ്പർ എടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് മടക്കുക. മടക്കുമ്പോൾ അതിൻ്റെ മാർക്ക് വീഴാൻ ശ്രദ്ധിക്കണം. എന്നാലേ ഈസിയായി മടക്കാൻ പറ്റൂ. അതിനുശേഷം നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് മടക്കുക. അതിനുശേഷം നേരെ പകുതിയായി മടക്കുക. പിന്നീട് അതിൻ്റെ പകുതിയായി വീണ്ടും മടക്കുക. പിന്നെ ഓപ്പൺ ചെയ്ത് ഓപ്പോസിറ്റ് സൈഡ് മടക്കി വീഡിയോയിൽ കാണുന്ന പോലെ ഈ 3 ലൈൻ ശ്രദ്ധിക്കുക. അതിൻ്റെ സെൻറ്റർ ലൈൻ അകത്തേക്ക് മടക്കി കോർണറിൽ എത്തിക്കുക. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും മടക്കുക. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായി തോന്നിയ വീഡിയോ ഒന്നുകൂടെ കാണണേ. ഈസിയാണെന്നേ. അപ്പോൾ നമുക്ക് ഒരു മിനി പേജ് കിട്ടും. അതൊട്ടിച്ച് നമുക്കൊരു മിനി ബുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ 2 പേപ്പർ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആ ഫസ്റ്റ് പേജ് ഓപ്പൺ ചെയ്ത് ഒരു ഡിസൈനൊക്കെ കൊടുത്തൊന്ന് കോളാക്കുന്നുണ്ട്. അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. വീണ്ടും സെക്കൻഡ് പേജ് എടുക്കുന്നുണ്ട്. സെക്കൻഡ് പേജും ഞാനൊരു കളറൊക്കെ കൊടുത്ത് ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ പേപ്പറെല്ലാം മടക്കി വച്ചിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച മിനി ബുക്കിൻ്റെ പേജസിൻ്റെ ഓപ്പൺ പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഞാനിവിടെ വെറുതെ എല്ലാ പേജുകൾ ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളെന്നെ ഇൻസ്പയർ ചെയ്യാനാണ്, വെറുപ്പിക്കലല്ല കേട്ടോ. അങ്ങനെ തോന്നിയാന്ന് ക്ഷമിച്ചേക്കും മാഷേ. ഞാൻ വീണ്ടും അത് ഓപ്പൺ ചെയ്ത് മടക്കി വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് മടക്കുന്നുണ്ട്. അതിനുശേഷം ഗം ചേർത്ത് അതിൻ്റെ സെൻറ്റർ കോർണർ വരുന്ന രീതിയിൽ ഒട്ടിക്കുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് ഞാൻ ഒരു കോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമല്ല, ഞാൻ ഫസ്റ്റ് പേജ് ആയതുകൊണ്ട് ഞാനങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ. അത് ഓപ്ഷനിലാണ്. അതിനുശേഷം ഒന്ന് വീണ്ടും മടക്കി ചെറുതായൊന്ന് പണി പാളിയോ ഇല്ല കേട്ടോ. വീണ്ടും ഒന്ന് തുറന്നു പിന്നെയും ഒന്ന് മടക്കി സെക്കൻഡ് പേജും അതുപോലെ ഓപ്പൺ ചെയ്തു ഒന്ന് മടക്കി വീണ്ടും ഞാൻ എന്താ ചെയ്യുക, 3ാമത്തെ പേജ് ഓപ്പൺ ചെയ്തു. വീണ്ടും ഒന്ന് ഫസ്റ്റ് പേജ് ഓപ്പൺ ചെയ്തു, കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തി. അതിനുശേഷം ഞാനൊരു കവായ് സ്റ്റിക്കർ സെലക്ട് ചെയ്യുവാണ്. അതിൽ നിന്നൊരു ബട്ടർഫ്ലൈ കവായ് സ്റ്റിക്കർ എടുക്കുന്നുണ്ട്. അത് ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഫ്രണ്ടിലും കൂടി ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതോടെ നമ്മുടെ എന്താ പറയുക മിനി ബുക്ക് പരിപാടി സെറ്റായി. നിങ്ങൾക്ക് ഈ മിനി ബുക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ബെൽ ബട്ടണും ഒക്കെ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. ബൈ.